ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ പട്ടാമ്പി GMAP സ്കൂളായിട്ടുള്ളത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ മാജിക് ഷോ കാണാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ മാജിക് ഷോ ഉള്ളത്. അപ്പോൾ ആ മാജിക് ഷോയുടെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സുരേന്ദ്രേട്ടൻ. നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ പരിപാടി ഇതാ എടുത്തതാണ്. അപ്പോൾ നമുക്ക് മാജിക് ഷോ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ പട്ടായ ഭാഗത്തോ മറ്റോ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏട്ടനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഞാനിതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉത്തരം പരിപാടി തന്നെ കണ്ടു നോക്കാം അല്ലേ ചേട്ടാ? ഇതിനു മുന്നേ പലതവണ ഈ സ്കൂളിൽ ഞാൻ മാജിക് ഷോ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ സഹോദരൻ കൂടിയായ സുരേന്ദ്രനാഥ് പട്ടാമ്പി അദ്ദേഹമാണ് ഇന്നിവിടെ മാജിക് ഷോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് മാജിക്കിലേക്ക് നടക്കാം. എല്ലാവരും മാജിക് ഇഷ്ടപ്പെട്ടാൽ കൈയടിക്കണം. എല്ലാവരും കൈയടി മാത്രമാണ് ഇതിനുള്ള പ്രോത്സാഹനം. എല്ലാവരും മാജിക്കിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും മാജിക് ഷോയെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? ആദ്യമായി നിങ്ങൾക്കൊരു ഓണാശംസകൾ. എല്ലാവർക്കും മാജിക്കൊക്കെ ഇഷ്ടമല്ലേ? മാജിക്കൊക്കെ കാണാറുണ്ടല്ലോ സാധാരണ? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? കാരണം എപ്പോഴും നമുക്ക് ആകാംക്ഷയാണ്. മജീഷ്യൻ ഒരു സാധനം എന്തെങ്കിലും കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു, എപ്പോഴും ആകാംക്ഷയാണ്. അതാണ് 64 കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലയായി മാജിക്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജാഗ്രതയായിട്ട് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്കും ചെയ്യാം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു ആകാംക്ഷ ഉള്ളിലുണ്ടാവാൻ പാടില്ല. നമുക്കൊരു കോൺഫിഡൻസ് വേണം. പണ്ട് നമ്മുടെ ഡോക്ടറെ ഏൽപ്പിക്കാൻ ദുൽഖാൻ പറയുന്ന ഇത്ര നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനൊരു പേടിയാണ്. ഇതിനെ കൊണ്ട് കഴിയുമോ എന്നുള്ള ഒരു പേടിയാണ്. അത് പാടില്ല. അതാ അങ്ങോട്ട് അത് നിങ്ങൾ നോക്കൊന്നും വേണ്ട, അദ്ദേഹം പറഞ്ഞതാണ്. അതാ അങ്ങോട്ട് നോക്കൂ. എത്രയോ കോടി കിലോമീറ്റർ അകലെ സൂര്യൻ ഒറ്റയ്ക്കാണ് ലോകം മുഴുവൻ വെളിച്ചം തരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും വ്യക്തമായി നോക്കി മാജിക്കിനെ കണ്ട് ആസ്വദിച്ച് പ്രോത്സാഹിപ്പിക്കുക.
എല്ലാവരും കൈയെടുക്കുക, എല്ലാവരും കൈയെടുക്കണം, എല്ലാവരും കൈയെടുക്കണം. ആ പേപ്പറിനെ പലതവണ കീറി ആ പേപ്പറിനെ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് കത്തിച്ചത്. ഇപ്പോൾ പേപ്പർ പഴയ മാതിരിയായിരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൈയെടുക്കുക. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. എല്ലാവരും കൈയടിച്ച് കൈയടിക്കുക, എല്ലാവരും കൈയടിക്കണം. അത് വരും, അത് നോക്കാം, അതിനെപ്പറ്റി ചിന്തിക്കണ്ട, അപ്പുറം അത് വരും. ഹലോ, എല്ലാവരും മേജിക് ഷോ കണ്ടതിന് ശേഷം നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇതാ ഒരു കൊക്കോകോള ബോട്ടിൽ, വളരെ വ്യക്തമായിട്ട് കാണാം. ഒരു കൊക്കോകോള ബോട്ടിൽ നിറച്ച് കൊക്കോകോള ഉണ്ട്. ഇത് ഒരു കർക്കീഫാണ്. ഇതാ ഇത് ഒരു കുഴൽ കണ്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. വളരെ വ്യക്തമായി കാണാം കൊക്കോകോള ബോട്ടിലിനെ. ഇതാ
നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. ആരും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് അനുകരിക്കരുത്, ചെയ്യരുത്. മജീഷ്യന്മാർ മാത്രം ചെയ്യുന്ന വിദ്യയാണ്. വളരെ റിസ്ക് പിടിച്ച ജോലിയാണ് ബ്ലേഡ് മിസ്റ്ററി. ഈ വിദ്യ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, സുരേന്ദ്രനാഥ്, ഇതിന് ഒരു ഗ്യാരണ്ടി ഇല്ല, ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷേ എനിക്കൊരു ഗ്യാരണ്ടി ഞാൻ എടുക്കാൻ പറ്റില്ല. കാരണം അത്രയും റിസ്ക്കുള്ള ഒരു ബ്ലേഡ് മിസ്റ്ററി. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഈ ബ്ലേഡ് ഒരെണ്ണം പരിശോധിച്ച് നോക്കുക, ഒറിജിനലാണോ ഒറിജിനൽ. ആരെങ്കിലും ഒരാൾ സ്റ്റേജിന് മുകളിൽ വന്നതിന് കുഴപ്പമില്ല, ഇവിടെ വന്നത് ഏതെങ്കിലും ഒരു ബ്ലേഡ് ഇട്ട് നോക്കുക. ഹലോ, ഇത് ഒറിജിനൽ ബ്ലേഡ് ആണോ അല്ലേ ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ സങ്കീർത്തൻ പരിശോധിക്കണം അത് ഒറിജിനൽ ബ്ലേഡ് ആണോ അല്ലേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. ഇത് മാജിക് മാത്രമാണ്. ഇത് ആരും കുട്ടികളായാലും വലിയവരായാലും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്, വീട്ടിലേക്ക് അനുകരിക്കരുത് എന്നുള്ളൊരു പ്രത്യേക അഭ്യർത്ഥന കൂടെ ഉണ്ട്. വെള്ളം കുടിച്ചതാണ്. പിന്നെ ഈ നൂല് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നുള്ളത് എല്ലാവരും കണ്ട് മനസ്സിലാക്കണം. ആരും തന്നെ ഇത് നമ്മൾ ആവർത്തിക്കരുത്, വീട്ടിൽ പോയി ട്രൈ ചെയ്യരുത്. ഇത് മാജിക്കാണ്, മാജിക്.
കെട്ടി ഓരോരോ ബ്ലേഡുകളും നൂലിൽ കെട്ടി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. എല്ലാവരും കയ്യെടുത്ത് അതേ കയ്യെടുത്ത്. താങ്ക് യു. ഒരു പാലി ഗ്ലാസ്സാണ്, കുപ്പി ഗ്ലാസ്സാണ്. ഈ സ്റ്റാൻഡിൽ വെച്ച ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. വെള്ളം ഒഴിച്ച് ആ ഗ്ലാസ്സിന് പേപ്പർ കൊണ്ട് മൂടി കിട്ടി. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. ആ ഗ്ലാസും വെള്ളവും എന്ത് സംഭവിച്ചു? എല്ലാവരും കയ്യെടുത്ത് അത് വാനിഷായി പോയി. അവർ ഗ്ലാസും വെള്ളവും വാനിഷായി പോയിരിക്കുന്നു. താങ്ക് യു. നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത പല സാധനങ്ങളുണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, പലതും പറയും. ഭക്ഷണം, അല്ലെങ്കിൽ ഉപ്പ്, മുളക്, ഇങ്ങനെ പലതും എല്ലാം നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണെന്ന് നമുക്ക് മേജിൽ കൂടെ നമുക്ക് അവതരിപ്പിക്കാം. എന്താണെന്നല്ലേ? ഇതാ കണ്ടോളൂ. മാറിയിരിക്കുകയാണ്. എല്ലാവരും സ്പോട്ടുകളായി മാറിയിരിക്കുന്നു. എല്ലാവരും കൈയെടുത്ത്, എല്ലാവരും കൈയെടുത്ത്. നമ്മുടെ ഗവൺമെന്റിന്റെ പൈസയാണ്, കാലോട് തൊട്ടാൻ പാടില്ല. നമ്മൾ ബഹുമാനിക്കണം. അടുത്ത ഒരൈറ്റം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരൈറ്റം ഞാൻ ചെയ്യാണ്. ബോറടിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാവർക്കും കിട്ടാറല്ലേ? എല്ലാവരും ഓക്കെ, താങ്ക് യു.
ബുദ്ധിമുട്ടായിരുന്നോ? എല്ലാവർക്കും കുട്ടികളെ വലിയവർക്കും എല്ലാവരും കൊടുക്കുക. ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ അടുത്ത് കൊണ്ടുവന്നത് എന്നതിൻ്റെ സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ടാണ് മുട്ടായി എല്ലാവരും കൊടുക്കുക. കുറേ സമയം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. കിട്ടാത്തവർക്ക് എല്ലാവരും പാസ് ചെയ്യാം. എല്ലാ കുട്ടികളും മുന്നോട്ട് ഓടി എടുക്കണം. കുട്ടികളെ വലിയ എല്ലാവരും എടുക്കുക. ഓക്കെ, മതി. മുട്ടായി കൊടുക്കി കഴിഞ്ഞാൽ അടുത്ത നമുക്ക് സമയം വേസ്റ്റ് ആക്കണ്ട. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. എല്ലാവരും കയ്യടിക്കണം. എല്ലാവരും കയ്യടിക്കണം. എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം.
ഒരു ബോട്ടിലുണ്ട് അല്ല, ഇതില് ഒരു ബോട്ടില്, ഇതിൽ ചെറിയൊരു ഗ്ലാസ്. അത് നമുക്കൊരു മേജിക്ക് ചെയ്ത് നോക്കാം. അപ്പോ ബോട്ടിൽ ഇവിടെ വന്നു, ഗ്ലാസ് ഇവിടെ വന്നു. ഇപ്പൊ എവിടെയാണ് ഗ്ലാസ്, എവിടെയാണ് ബോട്ടിൽ? ആരെങ്കിലും ആണ് പറയൂ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഗ്ലാസ് ഉള്ളത്? രണ്ടിലും ഗ്ലാസ് ഉണ്ടോ? നമുക്ക് പൊന്നിച്ച് നോക്കാം. രണ്ടിലും ഗ്ലാസ് ഉണ്ട് അല്ലേ? രണ്ടിലും ബോട്ടിലുകളാണുള്ളത്. ബോട്ടിൽ കൈവെട്ടും കൊണ്ട് വെക്കാൻ സ്ഥലം കുറവാണ്. അത് കാരണം നമുക്ക് തൽക്കാലം ബോട്ടിൽ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ കാലി ബോട്ടിലാണ്. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഹലോ, മൈക്ക് ഇടയ്ക്കായിട്ട് പ്രോബ്ലം ഉണ്ട്, എല്ലാവരാണ്. പക്ഷെ ഞാനിത് കുടിക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇത് നമ്മളെ പറ്റിച്ചാണല്ലോ. ഇത് സാധനം ഇതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ഇത് നമ്മളെ കോളയല്ല. ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഭാവി നശിപ്പിക്കരുത്. ഭാവി, ശരീരം, മനസ്സ് എല്ലാം നശിച്ചു പോകും ഈ സാധനം കഴിച്ചാൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും തന്നെ ഈ സാധനം ഉപയോഗിച്ച് പോരുത്. നമ്മുടെ കുടുംബത്തിന് വഴക്ക്, അതേമാതിരി ഹലോ. അപ്പോൾ ഈ സാധനം നമ്മൾ കഴിയുന്നതും ആരും ഉപയോഗിക്കാതിരിക്കുക, ദയവ് ചെയ്ത്. നമുക്കിത് പറ്റിയ സാധനമില്ല. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ, നല്ല നല്ല സാധനങ്ങളുണ്ട്, ഹോർലിക്സ്, ബൂസ്റ്റ്, അതേമാതിരി നമുക്ക് ബേക്കറികളിൽ പോയാൽ നല്ല നല്ല പാനീയങ്ങൾ നമുക്ക് കുടിക്കാം. എന്തിന് ഈ സാധനം ഒരിക്കലും ഉപയോഗിക്കരുത്, ഉപയോഗിച്ച് പോകരുത്. താങ്ക് യു. ഹലോ, അടുത്ത ഒരൈറ്റം നമുക്ക് ആരെങ്കിലും രണ്ട് കുട്ടികൾ ഒരു സ്റ്റേജിൽ കയറി വരും. വന്നോളൂ. നമുക്ക് ഇവിടെ ഒരാൾ അവിടെ, ഒരാൾ ഇവിടെ. നല്ലോണം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരാൾ ദിവസം അങ്ങനെ ചെയ്യുന്നുള്ളൂ. എന്റെ കയ്യിൽ ഒരു റോപ്പ് ഉണ്ട് കേട്ടോ. ഇതൊന്ന് വെച്ച് നോക്കിയേ, കേട്ടോ. ഒരു സ്ട്രൈറ്റ് റോപ്പാണ്. ഇതിനെ ഞാൻ രണ്ടായി മുറിക്കാൻ പോവുകയാണ്. എന്താ പേരെന്താ? ഓക്കെ.
കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഈ കുട്ടിയുടെ കൈ കൊടുക്കണം. മുറുകെ കൊണ്ടുപോകും ആ കൈ. അതേമാതിരി ഒരു കയറ് ഇതിന്റെ നടുവിൽ കട്ട് ചെയ്തിട്ടില്ല, ജോയിന്റ് ഇല്ല. ജോയിന്റ് ഉണ്ടോ? ജോയിന്റ് ഉള്ള കയറ് ഇവിടെയാണ്. ഇത് ജോയിന്റ് ഇല്ലാത്ത കയറ് നമുക്ക് ഇവിടെ കൊടുക്കും. ഇപ്പൊ ജോയിന്റ് ഉള്ള കയറ്, അപ്പൊ ജോയിന്റ് ഉള്ള കയറ് ആരുടെ കയ്യിലാണ്? ഇവിടെ അല്ലേ? നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. എന്റെ കയ്യിൽ വേറെ കയറില്ല. നടു കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത കയറ് ഇവിടെയാണ് അല്ലേ? ഇവിടെ അവിടെയാണ്. ഇവിടെ ജോയിൻ ഇല്ലാത്ത കയറ്. ഓക്കെ, നമുക്ക് വാട്ട് വിൽ ഹാപ്പൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. നീട്ടിക്കൊണ്ടു കൈ. അതാ മേജിക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത്? നമ്മൾക്ക് ഈ കെട്ടി നടു ജോയിൻ ചെയ്ത കയർ കൊടുത്ത കുട്ടി കൈ നിർത്തിക്കൊള്ളും. കൈ നിർത്തി കൊടുക്കാൻ വരും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് എടുത്തതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാതെ ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ചില സമയത്ത് മേജിക്ക് ചിലപ്പോൾ ചില സമയത്ത് പറ്റിക്കൊള്ളുന്നില്ല. എങ്കിലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേട്ടോ, ആ കുട്ടികളെ നമ്മൾ കയറ് മാറ്റിയിട്ടില്ല, ഞാനും മാറ്റി കൊടുത്തിട്ടില്ല. ഞാൻ കറക്റ്റ് കെട്ടിയ കയറി ഇവിടെ കൊടുത്താണ്, കെട്ടാത്ത കയറി ഇവിടെ കൊടുത്താണ്. അതാണ് മേജിക്. കൂട് വിട്ട് കൂട് മാറ്റം. എല്ലാവരും കൈവച്ചില്ലേ? ഓക്കെ, താങ്ക് യു. ഹലോ, അടുത്ത് നമുക്കൊരു പരിപാടിക്ക് കിടക്കാം. നിങ്ങൾ രണ്ടുപേരും തന്നെ വരും. നിങ്ങൾ രണ്ടുപേരും തന്നെ വരും. രണ്ടുപേരും തന്നെ വന്നു. ഒരു മേജിക് കൂടി നമുക്ക് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് വേറെ ആരും ചിലപ്പോൾ വിളിച്ചാൽ പോയില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെ വരിക. ഇവിടെ നിന്ന് അവിടെ വന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പേര് ഇവിടെ ചെവിയിൽ പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു പേര്. അപ്പോൾ പെൺകുട്ടികളുടെ ആയിക്കോട്ടെ, ഇപ്പോൾ ഉള്ള പേര് പറയണ്ട. വേറെ ഏതെങ്കിലും ഒരു പേര് അവിടെ ചെവിയിൽ ഞാൻ കേൾക്കുന്നില്ല. പറഞ്ഞു, ഒരു പേര് പറഞ്ഞു അല്ലേ? എനിക്കറിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ ആ പേരെന്താണെന്നുള്ളത്. അപ്പം ഞാൻ ആ പേരെന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ കേട്ടിട്ടില്ല ആ പേര്. കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അവിടെ ചെവിയിലും എല്ലാം പറഞ്ഞതാണ്. ആ കുട്ടി എന്നെ കേട്ടുവന്ന് സംശയമാണ്. കേട്ടോ ഇല്ല, അത്രയും സ്ലോവിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് ഒരു കാര്യം ചോദിക്കും. അപ്പോൾ ഒറ്റ ആൻസർ മാത്രം, അതെ അല്ലെങ്കിൽ അല്ല, വേറെ ഒന്നും പറയണ്ട. കുറച്ച് അവിടെ വിളിക്കുന്നോളൂ. അവിടെ വന്നോളൂ. എന്താണ് പറയുക? ഞാൻ ചോദിക്കും, ആണോ അല്ലേ? അപ്പോൾ ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. വേറെ ഒന്നും പറയണ്ട. ഓക്കെ, ഇത് നിങ്ങളല്ലേ? ആണ്, അതെ അല്ലേ? അതെ. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, പോയിക്കോളൂ. പേരെന്താ പറഞ്ഞേ? ഓക്കെ. അപ്പോൾ നമുക്ക് വേറൊരു മേജിക് കാണിക്കാം. വേറൊരു മേജിക്. ഞാൻ നിങ്ങളുടെ 5 പേരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ ഓരോരുത്തരും എഴുതുക. 4 അക്ക സംഖ്യ. ഓക്കെ, 4 അക്കമുള്ള സംഖ്യ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഏതെങ്കിലും ഒരു ആഗസ്റ്റ് ഫോർമർ കിട്ടിയതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പൂജാവ എല്ലാം ആവാം. 5 പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 സംഖ്യകളുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അതിന് മുന്നേ ഒരാൾ വരും. ഒരാൾ ആരെങ്കിലും വലിയ മുതിർന്നവരോ കുട്ടികളോ ആരും വേണമെങ്കിൽ വരാം. ഒരാൾ സ്റ്റേജിൽ വരും. നല്ല ശ്രദ്ധിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ചിന്തിക്കാനുള്ളൊരു മേജിക്കാണ് ഈ കാണിക്കാൻ പോകുന്നത്. വന്നോളൂ. നമ്മുടെ രമ വരുന്നുണ്ട്. രമ എല്ലാവരും ഒന്ന് കൈയ്യടിച്ച് നമ്മുടെ. അപ്പോൾ ഞാൻ ഒരു കവറ്, പ്രവചനം എന്ന് എഴുതിയ ഒരു കവറ് ഇവരുടെ കയ്യിൽ കൊടുക്കാൻ പോവാണ്. ഇതല്ല,
പ്രവചനം എന്ന് എഴുതിയതാണ് ഉണ്ടോ? പ്രവചനം എന്ന് എഴുതിയൊരു ഒരു കവറ് ഇവിടെ കൊടുക്കാൻ പോകണം. അതിലേക്ക് കൈ വെച്ചോളൂ. അതിനകത്ത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ 5 പേരുടെ അടുത്തേക്ക് വരാം. പെട്ടെന്ന് 4 അക്ക സംഖ്യ. എവിടെ നിന്ന് തുടങ്ങിക്കോളൂ. 4 അക്ക സംഖ്യ, ഇഷ്ടപ്പെട്ട സംഖ്യ. ആ 1 എഴുതി തന്നെ നേരെ എഴുതിക്കോളൂ. ഏത് സംഖ്യ വേണമെങ്കിൽ എഴുതിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഒരാൾ 1, ഇനി 2. ആരാ? അവിടെ ആയിക്കോട്ടെ. 2 സംഖ്യ ആണെങ്കിൽ 4. അടുത്ത് 4ആണ് സംഖ്യ. നമ്മുടെ ഓക്കെ, 4 ലാസ്റ്റ് ഒരാൾ കൂടി. ആയിക്കോട്ടെ, എഴുതിക്കോളൂ. 5-ാമത്തെ ആള്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ. ഓക്കെ, അപ്പോ 5 പേര് അവർക്ക് ഇഷ്ടപ്പെട്ട 5 പേര് 4 അക്ക സംഖ്യ എഴുതുന്നുണ്ട്. കാൽക്കുലേറ്റർ ഉള്ള ഒരാൾ വരും. ഇതിലൊന്നും പങ്കെടുക്കാത്ത ഒരാൾ. കാൽക്കുലേറ്റർ മറ്റേ മൊബൈലിൽ ആരെങ്കിലും വരും. ഇതിൽ എഴുതാത്ത ഒരാൾ വരും. കാൽക്കുലേറ്റർ വരും. മൊബൈലിൽ ഉണ്ടാവില്ല, എല്ലാവരും കാൽക്കുലേറ്റർ ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ വന്നോളൂ. കാൽക്കുലേറ്റർ എടുത്തോളൂ. ഈ സംഖ്യ 5 പേരെ എഴുതിയ സംഖ്യ എഴുതിക്കോളൂ. ഓരോന്നോന്ന് കൂട്ടിക്കോളൂ. നമുക്കത് പരീക്ഷിച്ച് നോക്കാം. ഞാൻ ഈ എഴുതിയ 5 പേരെയും എഴുതുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇൻട്രോട്ടേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അവരറിയാണ്ട് ചെറുതായിട്ട്, കാരണം എന്താ, സംഖ്യ മാറിയാൽ നമ്മൾ മേജിക്കും തകരാറായി പോവും. കൂട്ടിക്കോളും. എല്ലാം കൂടി കൂട്ടാം. ഇത് മാറ്റി നോക്കിക്കോളൂട്ടോ. ഞാൻ പറഞ്ഞ സംഖ്യയില്ല, നോക്കണം. ആദ്യം കൂട്ടിയിട്ട് റോങ് ആയി. കുഴപ്പമില്ല, നമുക്ക് കൂടി കൂട്ടി വെക്കാം. ആവശ്യമുള്ളത് ഹലോ, 5 പേരുടെ സംഖ്യ കൂട്ടിയിട്ടുണ്ട്. എത്ര ടോട്ടൽ സംഖ്യ കിട്ടിയിട്ടുണ്ട്? ഓക്കെ, ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 5 പേര് ഇഷ്ടപ്പെട്ട സംഖ്യയാണ് എഴുതിയിട്ടുണ്ട്. ആ 5 പേരുടെ സംഖ്യ, ടോട്ടൽ സംഖ്യ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഞാൻ അത് നേരത്തെ കൂട്ടിയിട്ട് പ്രവചനം എന്ന് എഴുതിയ ഒരു കവറോടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു പ്രവചനം എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. എത്ര സംഖ്യയാണെന്ന് വായിക്കും? 14,545. ഞാൻ നേരത്തെ കൂട്ടിയിട്ട് ഇവിടെ ഒരു സംഖ്യ എഴുതി കൊണ്ടിരുന്നു. 14,545. ഇവിടെ കൂടി കിട്ടിയ അതാ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ എഴുതിയാലും എല്ലാവരും കൂടിയിട്ട് ഒരു നിമിഷത്തേക്ക് ഇഗ്നോട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരക്കം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സംഖ്യ മാറും. അപ്പോൾ താങ്ക് യു. ഈ ഒരു 5 പേർക്കുള്ളൊരു വേദിക്കാണ്. കുട്ടികളെ രണ്ടെണ്ണം ഒരു 5 പേര് വന്നോളൂ. ഒരു 5 പേര്, ആരെങ്കിലും വരും. കുട്ടികൾ 5 പേര്. കുട്ടികളിൽ കുറച്ച് മുതിർന്നതായാലും കുഴപ്പമില്ല. വരും, വേഗം സ്റ്റേജിലേക്ക് വരും. ഇതാ കവർന്നകത്തുള്ളതാണത്. 5 കോട്ടികൾ
അതിൽ ഒന്ന് മാത്രം വെള്ള, ബാക്കിയെല്ലാം വേറെ കളറാണ്. ഒന്ന് മാത്രം വെള്ള കോട്ടിയാണ്. അപ്പോൾ ഈ 5 പേരും കണ്ണ് മൂടിക്കൊണ്ട് ഓരോരോ കോട്ടിങ് എടുക്കണം. ഓക്കെ, കണ്ണ് മൂടിക്കൊണ്ട് ഞാൻ ഈ 5 എണ്ണത്തിനകത്ത് ഇടാൻ പോവാണ്. കണ്ണ് മൂടിയിട്ട് ഒരെണ്ണം മാത്രം, ഞാനും കാണരുത്, ഒരെണ്ണം. ഇവിടെ ഒരെണ്ണം എടുത്തോളൂ, നോക്കരുത് അതിനകത്ത്. 2, ഒരെണ്ണം മാത്രം എടുത്തോളൂ. 3, ഇവിടെ എടുത്തോളൂ ഒരെണ്ണം. ഈ 2 എണ്ണം അവിടെ ഇല്ല, ഇതിൽ. ഓക്കെ, 1 എടുത്തു. 4, 5 കോട്ടികൾ എടുത്തിട്ടുണ്ട്. അത് അവർക്ക് പോലും അറിയില്ല ഏത് കളറാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് അറിയുന്നത് അറിയോ? ഇല്ലെല്ലാം കണ്ടിട്ടില്ല. എനിക്കും അറിയില്ല ഏതാ എടുത്തിരിക്കുന്നത് 5 എണ്ണത്തിൽ. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് കോട്ടിയുള്ള ആളെ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കോളൂ. എല്ലാവരും കൈയെടുത്തേ കണ്ടോ? ഈ 5 എണ്ണം മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. 5 എണ്ണം അവർക്ക് ഇഷ്ടപ്പെട്ടെടുത്തു. എല്ലാവരും മറ്റേ കളർ കാണിക്കാം. ആരാണ് എടുത്തത്? എല്ലാവരും മറ്റേ കളർ കാണിക്കാം. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അതേപോലെ വേറൊരു പേരിക്കുകയാണ്. നിങ്ങൾ 2 പേര് അവിടെ നിൽക്കൂ. 2 പേര് ഇതാ, ഒരാളുടെ കയ്യിൽ ഞാൻ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നത് ആർക്കും അറിയില്ല. കൈ വെച്ചോട്ട് തുറക്കണ്ട, ഇപ്പം തുറക്കണ്ട. ഇതിനകത്ത് നിറയെ സിനിമാ നടന്മാരുടെ പേരാണ്. എല്ലാ സിനിമകളും ഒരു 3-4 എടുത്തോളം ഇഷ്ടപ്പെട്ടത് കർഷകർക്ക്. 3-4 എടുത്ത് നോക്കുക. അതൊക്കെ ഏതെങ്കിലും ഒക്കെ നോക്കുക. മമ്മൂട്ടി, പിന്നെ ജഗതി, മോഹൻലാല്, ഇന്നസെന്റ്. ഇനി വേണമെങ്കിൽ ഇനി ഇട്ട് നോക്കാം. എല്ലാം വ്യത്യസ്തമായ എല്ലാ സിനിമാ നടന്മാരുടെ പേരുണ്ട്. ഇട്ടോളൂ. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വരും, വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നോളൂ. ഒരാൾ വന്നിട്ട് നിങ്ങൾ മാർക്കെടുക്കൂ. ആർക്ക് വേണമെന്ന് വരാം. ഇവർ ഓടി വരും. അപ്പോൾ എല്ലാ സിനിമാ നടന്മാരുടെ പേരിൽ നിന്നും ഒരു നറുക്കെടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കണ്ട. ഇപ്പോൾ എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇവിടെ ഞാനൊരു ഫോട്ടോ ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാ സിനിമാ നടന്മാർ കുറേ ഉണ്ട്, 100 കണക്കിനുണ്ട്. അപ്പോൾ ഞാനൊരു സിനിമാ നടൻ്റെ പേര്, ഒരു സിനിമാ നടൻ്റെ ഫോട്ടോ അവിടെ നേരത്തെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൈ നീട്ടിക്കോളും, അത് തുറന്നു നോക്കും. ഇത് മമ്മൂട്ടിയാണ്. അദ്ദേഹം എടുത്തത് ഏതാണ്? മമ്മൂട്ടി. എല്ലാവരും കൈയെടുത്തേ. അപ്പോൾ എനിക്കറിയില്ല ആരുടെയും എടുക്കാനുള്ളത്. അപ്പോൾ നേരത്തെ കൂടി ഞാൻ ഈ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നടക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത അതേ ആളുടെ ഫോട്ടോ തന്നെ എടുത്തു. അതെല്ലാം വ്യത്യസ്തമായ പേരുകളാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഒരു ചെയർ കിട്ടും. സാധാരണ ചെയർ അവിടെ അവിടെ നിന്ന് കിട്ടാൻ മതി. റോസ് കളറുള്ള ചെയർ, അതാണ് നമുക്ക് കംഫർട്ടബിൾ. അത് ഓക്കെ. ഒരാൾ സ്റ്റേജിൽ കയറി വരും.
ഇതിൽ കുറേ കളേഴ്സ് കർച്ചീഫുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ. ഇഷ്ടപ്പെട്ടത് ബ്ലൂ, അങ്ങനെ തിരിഞ്ഞോളൂ. ഇതിന്ന് ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആണ്. ഹലോ, അപ്പോൾ നമുക്ക് ഒരു ബലൂൺ എടുക്കാം. ബലൂൺ വെറുപ്പിക്കാം, വെറുപ്പിച്ച് കെട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട കളർ, കുറേ കർച്ചീഫിനോട് ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അതെ, ബ്ലൂ കളർ ാണ് അതേ കളർ കട്ട് ചെയ്ത് ഓക്കെ. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിവിടെ മേജിക് ഷോയിൽ വരുന്ന സമയത്ത് ഇവിടെ സ്റ്റേജിൻ്റെ മുകളിൽ ഒരു ലേഡീസ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ആരുടെയാണ് അതിൻ്റെ തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ തിരിച്ചു തരാം. നമുക്ക് ഞാൻ കാണിച്ചു തരാൻ പാടില്ല, കുഴപ്പമില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ ആരോ മറന്നു വെച്ചതാണ്, അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ആരോ മറന്നു വെച്ചതാണ്. ഇതിനകത്ത് കുറച്ച് പൈസ കണ്ട്, അത് എത്രയെന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എത്ര പൈസ നിങ്ങൾ പറഞ്ഞാൽ എന്തായാലും ഞാൻ അതിൻ്റെ ഉടമസ്ഥനെ എത്തിക്കും, ഉറപ്പ്. നമുക്ക് നോക്കാം. ഇതിനകത്തൊരു ബാഗുണ്ട്, പൗഡർ ഉണ്ട്, കണ്ണാടി. ഇവിടെ ഉള്ളവരാണോ അതോ പോയോ? ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ ആള്? പേന, അങ്ങനെയുള്ള സാധനങ്ങളാണ് വരുന്നത്. ആരെങ്കിലും ഉണ്ടെന്ന് പറയണം, തരാം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെന്ന് പറയും. വരികയൊക്കെ വിചാരിക്കാം നമുക്ക് ഇതിനകത്ത്. പക്ഷെ ഏതായാലും ഒരു ബാഗ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കൊണ്ടൊരു മേജിങ് കാണിച്ചാൽ അപ്പൊ എന്തായാലും ആള് തിരിച്ചു വരും. തീർത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങളുള്ളതിൽ. ഉടമസ്ഥയുണ്ടെങ്കിൽ ഉടമസ്ഥയുടെ ആയിരിക്കും മിക്കവാറും. കാരണം ലേഡീസ് ബാഗ് അല്ലേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഈ സാധനങ്ങളൊക്കെ തരുന്നതായിരിക്കും. ആരുടെ പേര് സ്വർണ്ണമോതിരം ഉണ്ടോ? അവൻ കിട്ടുമോ സ്വർണ്ണമോതിരം? ആരെങ്കിലും കെപ്സോ മതി, ചെറിയൊരു ആരെങ്കിലും ഉണ്ടോ? പറയണം. ആ തന്നോളൂ. ആ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും തരാൻ പേടി, സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ. എന്തായാലും നമ്മുടെ ക്രിസ്റ്റി ഒരു സ്വർണ്ണമോതിരം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഗിഫ്റ്റ്. ആരും ധൈര്യപ്പെട്ടില്ല. താങ്ക് യു. അപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. എന്തായാലും നമുക്ക് ഒരു പാരിതോഷികം, ഒരു സ്വർണ്ണമോതിരം തന്നിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ കാലി കർച്ചീഫാണ്. ഇതിനകത്ത് നമുക്ക് ഈ സ്വർണ്ണമോതിരം വെച്ചിട്ട് നോക്കാം. അല്ല വന്നോളൂ, ഒരാൾ സ്റ്റേജിൽ കയറി വരും. ഈ സ്വർണ്ണമോതിരം ഞാൻ അവരുടെ കയ്യിൽ അല്ല വന്നോളൂ. തുറക്കരുത്. സ്വർണ്ണമോതിരം ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പിടിച്ചോളൂ, നോക്കി പിടിച്ചോളൂ. അവിടെ നിന്നോളൂ, അങ്ങനെ തിരിഞ്ഞോളൂ. ഇതിനകത്ത് ഉണ്ടോ? ഉണ്ട്. അവിടെ പിടിച്ചോളൂ.
മോതിരം പോലെ സൃഷ്ടിക്ക് പുല്ല് വലയാണ്. അതാണ് ധൈര്യ സമേതം ടീച്ചറ് ഒരു തരാൻ മടിച്ചു അതാ. ഓക്കെ, നമുക്ക് സ്വർണ്ണമോതിരം നമുക്ക് ഇതിനെ വാനിഷ് ചെയ്യാം. സ്വർണ്ണമോതിരം ആദ്യം നമുക്ക് സ്വർണ്ണമോതിരം ഇതാണ് സ്വർണ്ണമോതിരം. നോക്കിക്കോ, ഇവിടെ എല്ലാവരും ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ കാണും, എല്ലാവർക്കും കാണണം. ഇവിടെ വയ്ക്കാം. സ്വർണ്ണമോതിരം അടിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണമോതിരത്തിന് നമ്മൾ എന്തായാലും സ്വർണത്തിന്റെ വാല്യൂ കിട്ടും. പണിക്കാശി വേണമെങ്കിൽ നമുക്ക് തരാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഏത് രൂപത്തിലായിട്ടുണ്ടാവും നമുക്കറിയില്ല. സ്വർണ്ണമോതിരം നമുക്ക് നോക്കാം. സ്വർണ്ണമോതിരം പോയി. സ്വർണ്ണമോതിരം ആരെടുത്താണ്? ആർക്കാ കിട്ടിയിരിക്കുന്നത്? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആർക്കും കിട്ടിയില്ല? നമുക്ക് നോക്കാം ഇത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഈ ഇതിനകത്ത് വന്നു നോക്കാം. വാ ഇവിടെ. സ്വർണ്ണമോതിരം ഇതാണോ മോതിരം? നോക്കൂ. സൃഷ്ടിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നോക്കിക്കോളൂ. കുറച്ച് നോക്കിയാൽ മതി. വേഗം അവസാനിപ്പിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ആർക്കും ബോറടിക്കുന്നില്ലല്ലോ. ഒന്നുണ്ടായിട്ട് കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കസയുടെ മുകളിൽ കയറിയിരിക്കാൻ പോവാണ്. ഹലോ, ഇവിടെ ഇരിക്കാം. ഓക്കെ, ഞാൻ ഈ ചെയറിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പോവാണ്. 2 പേര് ഇവിടെ ഇതിൻ്റെ 2 സൈഡിലും വരാം. വന്നോളൂ. വരുന്നവർ 2 പേരും എന്നോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം. ഇത് വേദിക്കാണ്, സഹകരിക്കാൻ പൂർണ്ണമായിട്ട് വരും. വന്നോളൂ. നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു കയറുണ്ട്. രണ്ടാളും വലിച്ചോളൂ. നീ കെട്ടിക്കോളൂ. കെട്ടിക്കോളൂ. കൈൻ്റെ മുകളിൽ കെട്ടിക്കോളൂ. നല്ല മുട്ടി കെട്ടിക്കോളൂ. ദയവൊന്നും വിചാരിക്കേണ്ട. നല്ല കെട്ടിക്കോളൂ. നല്ല വലിച്ചു കെട്ടിക്കോളൂ. ഓക്കെ, വലിച്ചോളൂ. കൈ അഴിയാൻ പാടില്ല. അതിൻ്റെ മേലെ കെട്ടിക്കോളൂ. ഒന്നുകൂടി ഒന്ന് വലിച്ചു കെട്ടണം. കെട്ടിയിട്ട് വലിയ പരിചയമില്ല തോന്നുന്നു. 2 പേര് വരും. 2 പേര് വരും. 2 പേര് വരും. ഒരു 2 പേര് സ്റ്റേജിലേക്ക് വരുമോ? ആർക്ക് വേണം വരാം. വന്നോളൂ. ഓക്കെ. അതിനിടയിൽ നമുക്ക് ചായ അവിടെ നിന്നോളൂ. ഞാൻ പറയുന്ന മാത്രം ചെയ്താൽ മതി. ഞാൻ നമ്മുടെ പ്രധാന അധ്യാപകരുടെ കയ്യിൽ കുറച്ച് സ്പ്രേ അടിക്കാൻ പോവാണ്. അവിടെ കുറിച്ചുള്ളൂ. ഒന്നും ചെയ്യണ്ട. മണം നോക്കും. മണമുണ്ട്. അവിടെ വെച്ചോളൂ. മണമുണ്ട്. സ്പ്രേൻ്റെ മണം വരുന്നുണ്ട്. ഓക്കെ, അവിടെ വെച്ചോളൂ. ഇപ്പോൾ ഞാൻ സ്പ്രേ അടിച്ചു. ഇവിടെ മണമുണ്ട്. അവിടെ സ്പ്രേ അടിച്ചതൊന്നുമില്ല. ഉണ്ടോ? അവിടെ സ്പ്രേ അടിച്ചിട്ടില്ല. ഇവിടെയാണ് സ്പ്രേ അടിച്ചത്. അപ്പോൾ നമുക്കൊരു മൈൻഡ് റീഡിങ് നോക്കാം. സൈക്കിൾ കൊടുത്തൊന്നുമില്ല അവിടെ? ഇല്ല, സൈക്കിൾ കൊടുത്തില്ല. സൈക്കിൾ കൊടുത്ത് ടച്ച് ആയി കഴിഞ്ഞാൽ മണം അങ്ങോട്ട് പോകും. സ്പ്രേ അടിച്ചത് ഞാൻ അവിടെ ഇരുന്നു. സ്പ്രേ അടിച്ചത് ഇവിടെ ഇരുന്നു. ഒന്ന് മണത്ത് നോക്കി കഴിയും. മണമുണ്ടോ? ഇവിടെ മണത്ത് നോക്കിയ ഇല്ല. ഇവിടെ മണമല്ല. ഈ മണം നേരെ അങ്ങോട്ട് പാസ് ചെയ്തു. അതാണ് മൈൻഡ് റീഡിങ്. സിമ്പിൾ വേദിക്കാണെങ്കിലും വേദിക്ക് നല്ലൊരു വേദിക്ക്
ഞാൻ സ്പ്രേ അടിക്കണം നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഇവിടെയാണ് സ്പ്രേ അടിച്ചത്. അപ്പോൾ അവിടെ സ്പ്രേ അടിച്ചിട്ടില്ല, അപ്പോൾ നല്ല മണം അവിടെ, ഇവിടെ മണമില്ല. താങ്ക് യു. സമയത്തിൽ കൂടുതൽ സമയം ഞാൻ എടുത്തു. കമ്മിറ്റിയിലെ എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഒരു ചെറിയ മേജിക്ക് ചെയ്യാൻ പോവാണ് ലാസ്റ്റ്. ഓക്കെ, എല്ലാവരും ദയവ് ഇതൊന്ന് നീറ്റിക്കും. എല്ലാവരും നീട്ടുന്നവരും എല്ലാവരും നീറ്റിക്കും. എല്ലാവരും നീറ്റിക്കും. 2 കൈയൊന്ന് പൊക്കി പിടിക്കുക. 2 കൈ, എല്ലാവരും 2 കൈ പൊക്കി പിടിക്കുക. ആരും പഠിക്കണ്ട. ഒന്ന് താത്തു. ഇനി ശ്വാസം മേലേക്ക് എടുക്കുക, 2 കൈ പൊക്കുക. ശ്വാസം കളഞ്ഞിട്ട് താഴത്തേക്ക് നടക്കുക. ഒന്നുകൂടി ശ്വാസം മേമ്പോട്ടെടുക്കുക, കൈ 2 തട്ടി കൊടുക്കുക. ഇനി വലത്തെ കൈ മാത്രം ഇങ്ങനെ കാണിക്കുക, അതിൻ്റെ ഉള്ള കൈ എല്ലാവരും ഒന്ന് ഇങ്ങനെ ടേക്ക് ചെയ്യാം. ആ സ്പീഡിൽ ടാറ്റാ. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ടാറ്റാ. താങ്ക് യു. നിങ്ങൾ ടാറ്റ ചോദിക്കാൻ തരില്ല, അപ്പോൾ നിങ്ങളൊന്ന് വേദിക്കാണുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, സുരേന്ദ്രേട്ടൻ്റെ മാജിക് ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഭാഗത്തൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിനെ വിളിക്കണം. നല്ലൊരു ടാലൻ്റുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.